ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബ്ബിംഗ് കാർണിവൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു മൂവി ഡ്രാമയാണ് കാണാനായിട്ട് പോകുന്നത്. വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ് കേട്ടോ ഇത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. ഇപ്പോൾ അവളെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, അവളുടെ ക്യാരക്ടർ എല്ലാ ഡ്രാമാസിലെയും പോലെ ഭയങ്കര ആക്റ്റീവായിട്ട് നടക്കുന്നൊരു പെൺകുട്ടിയാണ്. എപ്പോഴും എല്ലാവരോടും ഇടപെടാതെ സംസാരിച്ച് ഒരു കഥയില്ലാത്ത പെൺകുട്ടി എന്ന് പറയില്ലേ, അതുപോലൊരു ക്യാരക്ടറാണ്. അവളിങ്ങനെ സ്കേറ്റിംഗ് ചെയ്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു വലിയ ബില്യണയറാണ് കേട്ടോ. പക്ഷേ അവന് നടക്കാനായിട്ട് പറ്റുന്നില്ല. വീൽ ചെയറിൽ അസിസ്റ്റൻ്റായിരുന്നു കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അവരൊക്കെ ഇവിടെ എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ ഒരു ബ്ലൈൻഡ് ഡേറ്റിൻ്റെ പാർട്ടി നടക്കുന്നുണ്ട്, അതിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരുന്നു ഹീറോ വന്നിരുന്നത്. ഹീറോയിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ശരിക്കും ഈ പാർട്ടിയിലേക്ക് വരാനിരുന്നത്. അവൾക്ക് എന്തോ വരാനായിട്ട് പറ്റാത്തത് കൊണ്ടായിരുന്നു ഹീറോയിനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത്. അവളാണെങ്കിൽ മുന്നും പിന്നും നോക്കാതെ വന്ന വഴിക്ക് തന്നെ ഇങ്ങനെ അങ്ങ് സ്കേറ്റിംഗ് ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് ഹീറോയുടെ വീൽ ചെയറിൽ പോയി ഇടിച്ചിട്ട് നേരെ അവൻ്റെ മേലേക്ക് വീഴുന്നുണ്ടായിരുന്നു. അയ്യോ സോറി സാർ, ഞാൻ ശ്രദ്ധിച്ചില്ല, ഇത് എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക്, സോറി സാർ എന്ന് പറയുന്നുണ്ട്. ഹീറോ വലിയൊരു കമ്പനിയുടെ CEO ആയതുകൊണ്ട് തന്നെ അവന് ഒരുപാട് ബോഡി ഗാർഡ്സ് ഉണ്ടായിരുന്നു. ഇവനെന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ഓടി വരുന്ന സമയത്ത് ഹീറോ സാരമില്ല, നിങ്ങളെല്ലാവരും പൊക്കോന്ന് പറയുന്നുണ്ട്. ഇവനെന്തോ ഇവളെ ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല അസിസ്റ്റൻറ്റിനോടും ഞാൻ ഇനി ഒറ്റയ്ക്ക് പാർട്ടിയിലേക്ക് പൊക്കോളാം, നീ ഇവിടെ നിന്ന് പൊക്കോളാനും പറയുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ നേരെ ആ പാർട്ടിയിലേക്ക് പോകുമ്പോൾ അവൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലത്തെ ഫുഡ് ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ ദൈവമേ, ഇത്രയധികം ഫുഡ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഡെയിലി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പോയേനെ. അയ്യോ ഇതൊക്കെ എന്തൊക്കെ വെറൈറ്റീസാന്ന് പറഞ്ഞിട്ട് കണ്ണ് കണ്ടതുപോലെ എല്ലാം വാരി വലിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. ഇതുപോലുള്ള എല്ലാ പാർട്ടിക്കിടയിലും ഒരു ഞരമ്പ് രോഗിയായിട്ടുള്ളൊരു പെൺകുട്ടി കാണുമല്ലോ, അവിടെ ഒരാളുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഹീറോയിനെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ ആരകത്തേക്ക് കയറ്റി വിട്ടത്, അത് മാത്രമല്ല അവൾ ഫുഡ് കഴിക്കുന്ന കണ്ടില്ലേ, ഫുഡ് ഐറ്റംസ് ഒന്നും ഇതുവരെ കാണാത്തതുപോലെയാണ് വാരി വലിച്ച് കഴിക്കുന്നത്. ഇതുപോലുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ തന്നെ ആർക്കും ഇഷ്ടപ്പെടാനാ. അവളുടെ ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അവളുടെ കഴിപ്പ് കണ്ടിട്ട് ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം അവിടേക്ക് ഒരു ബില്യണറായിട്ടുള്ള ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്. ഈ ഞരമ്പ് രോഗി പെൺകുട്ടിക്കാണെങ്കിൽ ഇവൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നത്, എങ്ങനെയെങ്കിലും അവനെ സെറ്റാക്കി എടുത്തിട്ട് ലൈഫ് അടിപൊളിയാക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കോട്ടൊക്കെ ഇട്ടിട്ടൊരു ചെക്കനും അവിടെ ഉണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ വീൽ ചെയറിൽ വരുന്ന സമയം ഇവൻ അറിഞ്ഞുകൊണ്ട് അവൻ്റെ വീൽ ചെയറിൽ ഒരു തട്ടിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അവൻ ചെയ്ത കുറ്റത്തിന് ഹീറോ അവൻ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. നിനക്ക് കണ്ണില്ലേ, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മറ്റുള്ളവരെ കൂടെ ശ്രദ്ധിക്കണം, അല്ലാതെ നിനക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് വല്ലവരുടെ നെഞ്ചത്തേക്കല്ല വീൽ ചെയറും തള്ളിക്കൊണ്ട് വരാനെന്ന് പറഞ്ഞിട്ട് ഹീറോ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാനിവിടെ വെറുതെ കയറി വന്നതുപോലെ ഒന്നുമല്ല, എനിക്കും ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ട്, ഇതാ കണ്ടോ എന്ന് പറഞ്ഞത് കാണിക്കുന്നുണ്ട്. ഇതേ സമയം പെൺകുട്ടിയാണെങ്കിൽ ഇവൻ തന്നെയാണ് ആ പറഞ്ഞ ബില്യനെയർ എന്ന് പറഞ്ഞ് നേരെ അവൻ്റെ അടുത്തേക്ക് പോയിട്ട് അത് തന്നെ ഞാനും നോക്കിക്കൊണ്ട് നിൽക്കുക, നിനക്ക് കണ്ണില്ലേ എന്ന് പറഞ്ഞിട്ട് ഹീറോ ഒരുപാട് ഇവളും ചീത്ത പറയുന്നുണ്ട്. ഈ ചെക്കനാണെങ്കിൽ ഏതോ വലിയ കമ്പനിയുടെ CEO ആണെന്നായിരുന്നു അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നീ എന്തറിഞ്ഞിട്ടാ ഈ പാർട്ടിയിലേക്ക് വന്നത്? നിന്നെപ്പോലെ ഒരു ചെക്കനെ ഏത് പെൺകുട്ടി പ്രണയിക്കാനാണ്? അറ്റ്ലീസ്റ്റ് നീ നിന്റെ കുറവുകളെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാന്ന് പറഞ്ഞിട്ട് ഹീറോ ഒരുപാട് ചീത്ത പറയുന്ന സമയത്ത് ഹീറോയിൻ അവിടേക്ക് വരുന്നുണ്ട്. ഹലോ, കുറേ നേരം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുക, നിനക്ക് കണ്ണില്ലേടാ, നീയാണ് ഇയാളുടെ വീൽ ചെയറിൽ തട്ടിയത്, ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുവാണ്, അതൊന്നും അറിയാതെ നീ വന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം, ഇയാൾ ഈ വീൽ ചെയറിൽ ഇരിക്കുന്നത് കുറവാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ നിനക്ക് നാളെ എന്ത് സംഭവിക്കുന്നുള്ളത് ആർക്കെങ്കിലും അറിയാവോ? നിന്നെപ്പോലെയാണ് എല്ലാ പെൺകുട്ടികളെന്ന് നീ വിചാരിക്കരുതെന്ന് പറഞ്ഞിട്ട് അവളോട് പറയുമ്പോൾ ഓഹോ, ഏതോ പിച്ചച്ചട്ടിന്ന് വന്ന് കയറി വന്നതും പോരാ, ഇപ്പോൾ എന്നെ നീ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് വരുവാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഇത്രയും നേരം പ്രസംഗിച്ചതല്ലേ, ഇവനെ വെച്ചിട്ട് നിനക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു മത്സരം തന്നെ വെക്കാം. ആ ഡാൻസ് കോമ്പറ്റീഷനിൽ ആരാണോ വിൻ ചെയ്യുന്നത് അവരെ ഞാൻ സമ്മതിക്കാമെന്ന് പറയുന്നുണ്ട്. ഹീറോയിനും ഓക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് നിങ്ങൾ ഡാൻസ് ചെയ്യ്, അതിനുശേഷം ഞങ്ങൾ ചെയ്യാമെന്ന് പറയുമ്പോൾ പറ്റില്ല, നമുക്ക് ഒന്നിച്ച് ചെയ്യാമെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ മ്യൂസിക് ഇടുന്നുണ്ട്. ഇവളും ആ ചെക്കനും കൂടെ ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ വീൽ ചെയർ മനഃപൂർവ്വം ഇവളുടെ കാലിൽ കൊണ്ടുവന്ന് തട്ടുന്നുണ്ടായിരുന്നു. ഇതെന്താ ഈ കാണിക്കുന്നത്, എനിക്ക് ഡാൻസ് ചെയ്യണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാനും ഡാൻസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്, നീ അങ്ങോട്ട് നീങ്ങി നിന്ന് കളിക്കുന്നത് പറഞ്ഞിട്ട് പിന്നെയും ഹീറോയുടെ ഈ വീൽ ചെയർ കൊണ്ട് അവളുടെ കാലിൽ കൊണ്ടുവന്ന് ഇടിക്കുന്നേ ഉണ്ടായിരുന്നു. ഇവൾ ഈ ചെയ്യുന്ന ഓരോ കാപ്രായങ്ങൾ കാണുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് ശരിക്കും ചിരി വരുന്നുണ്ട്. അങ്ങനെ ആ കോമ്പറ്റീഷനിൽ നമ്മുടെ ഹീറോയിനും വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പാർട്ടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടാളും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഹീറോയിൻ അവൻ്റെ അടുത്ത് ബൈ ഒക്കെ പറഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയം അവൻ ഗിഫ്റ്റായിട്ട് അവൻ്റെ കയ്യിൽ കിട്ടുന്നൊരു വാച്ച് കൊടുക്കുന്നുണ്ട്. ഇതിരുന്നോട്ടെ, എൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റാന്ന് പറയുമ്പോൾ ഹീറോയിൻ എന്തോ ഒരു നിധി കിട്ടിയതുപോലെ അവളത് മേടിക്കുന്നുണ്ട്. ഇതേ സമയം ആ പെൺകുട്ടി പിന്നെയും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇവരെ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുന്നുണ്ട്. ഹീറോയ്ക്ക് ഇതിനപ്പുറം പിന്നെ ഒന്ന് കേട്ടുകൊണ്ടിരിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടേക്ക് വന്ന ബോഡി ഗാർഡ്സിൻ്റെ അടുത്തും അസിസ്റ്റൻറ്റിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഇവൾക്ക് എന്തെങ്കിലും ചെറിയ സമ്മാനം കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഹീറോയുടെ
ബോഡി ഗാർഡിലൊരു പെൺകുട്ടിയാണെങ്കിൽ നേരെ പോയിട്ട് അവളെ ചെവിക്കല്ല് നോക്കിയാൽ അടി കൊടുക്കുന്നുണ്ട്. അതേ സമയത്ത് ആ ചെക്കന് വരുന്നുണ്ട്. ഏതായാലും അവനും വന്നതല്ലേ, സമ്മാനം അവനും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ബോഡി ഗാർഡ്സ് എല്ലാവരും കൂടെ അവൻ നല്ല ഇടിയും കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിലായിരുന്നു അറിയുന്നത് അവനും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അവനൊരു കമ്പനിയുടെ CEO അല്ലായിരുന്നു. ഇവൾക്കിത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ തറയിലിരുന്ന് കരയുന്ന സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട്, ദേ കണ്ടില്ലേ, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടണമെന്നില്ല, ഏതെങ്കിലും ബില്യനെയറിനെ കെട്ടിയിട്ട് ലൈഫ് സെറ്റാക്കണം. സഹർ ഇതുപോലുള്ളൊരു പെൺകുട്ടിയുടെ കെണിയിലൊന്നും പോയി വീഴരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. വീട്ടിലേക്ക് വരുന്ന ഹീറോയുടെ മനസ്സിൽ മുഴുവനും നമ്മുടെ ഹീറോയിൻ തന്നെയായിരുന്നു. ആ സമയത്ത് അസിസ്റ്റന്റ് വന്നിട്ട്, സാറിൻ്റെ കയ്യിൽ വാച്ച് കാണലില്ലെന്ന് ചോദിക്കുമ്പോൾ, ഓ അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുത്തേക്കുക, എന്തായാലും അതിനെക്കുറിച്ച് ഇനി അന്വേഷിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. ശരിക്കും നമ്മുടെ ഹീറോയ്ക്ക് നടക്കാനായിട്ട് പറ്റും കേട്ടോ. എന്തോ ഒരു കാര്യത്തിൽ അവനിപ്പോൾ പുറത്ത് നടക്കാനായിട്ട് പറ്റാത്തതുപോലെ അഭിനയിക്കുവാണ്. അങ്ങനെ കുറച്ച് ദിവസം പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ഹോട്ടൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹോട്ടലിലെ ആംബിയൻസ് ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഗസ്റ്റായിട്ട് പോകുന്നുണ്ട്. ആ ഹോട്ടലിലായിരുന്നു നമ്മുടെ ഹീറോയിൻ പാർട്ട് ടൈം ആയിട്ട് ജോബ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഈ വരുന്ന ആൾക്കാരെയൊക്കെ അട്രാക്ട് ചെയ്തിട്ട് അകത്തേക്ക് കയറ്റി വിടാനായിട്ട് ഓരോ കോപ്രായങ്ങളൊക്കെ ചെയ്യത്തില്ലേ, ആ ജോലിയായിരുന്നു നമ്മുടെ ഹീറോയിൻ ഉണ്ടായിരുന്നത്. ഇത് കാണുന്ന ഹീറോ നേരെ അവളുടെ അടുത്തേക്ക് വരുമ്പോൾ, സാർ എന്താ ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഓ ഞാൻ ഇന്നീ ദിവസം ഇവിടെ ജസ്റ്റ് ഒരു കാര്യത്തിന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാ. നീ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാനിവിടെ പാർട്ട് ടൈം ജോലിയെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഹീറോ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ കാല് വയ്യാത്ത ആൾക്കാർക്ക് ഇവിടെ റൂം എടുക്കണമെങ്കിൽ അതിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ആരോ ഒരാളെ കോൾ ചെയ്യുന്ന സമയത്ത് അവിടേക്ക് ഹീറോയിനെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഹെഡ് ഉണ്ടായിരുന്നു. അവൾ വന്നിട്ട്, നീ ഇവിടെ ഇങ്ങനെ കുണിയും സംസാരിച്ചുകൊണ്ടിരുന്നോ, അകത്ത് എന്തുമാത്രം ജോലി കിടക്കുന്നുണ്ടെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, അത് മാഡം ഞാൻ സാർ ഇവിടെ താമസിക്കാനായിട്ടാണ് വന്നത്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നുണ്ട്. ഇവർ വരുമ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, ഇതുപോലെ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് റൂം എടുക്കുന്ന സമയത്ത് എന്തോ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്കിവിടെ റൂമൊന്നുമില്ല, പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും കാല് വയ്യാത്തവരോ കൈ വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയുള്ളവർക്ക് റൂം ഇല്ലാന്ന് കൂടെ അവരുടെ അടുത്തും കൂടെ പറയണം. വരുന്നവരടുത്തൊന്നും എനിക്ക് ഇങ്ങനെ ഒന്നും പറയാനായിട്ട് വയ്യ, അതുകൊണ്ട് ഇവിടുന്ന് പോകാനായിട്ട് പറയുമ്പോൾ ഹീറോനാണെങ്കിൽ, സാർ ഇവർ ചുമ്മാ പറയുക, സാർ ഞാൻ റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നേരെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ആ റൂമിൽ പറയത്തക്ക എയർ കണ്ടീഷനൊന്നും ഇല്ലായിരുന്നു. അത് ശരിക്കും വർക്കാവുന്ന കൂടി ഉണ്ടായിരുന്നില്ല. ഹീറോയ്ക്കാണെങ്കിൽ അതിനുള്ളിൽ കയറുമ്പോൾ തന്നെ നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ട്. അയ്യോ സാറിന് ചൂടെടുക്കുന്നുണ്ടാവുമോ അല്ലേ, ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയുമ്പോൾ ഇവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. മര്യാദയ്ക്ക് എല്ലാ ജോലി ചെയ്തോളെന്ന് പറഞ്ഞിട്ട് ഹെഡ് പിന്നെയും പറയുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ നേരെ ഒരു ടേബിളിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ആ എയർ കണ്ടീഷൻ വരുന്ന അവിടെ ഭയങ്കരമായിട്ടൊക്കെ എന്തൊക്കെയോ ചെയ്ത് ശരിയാക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ഇവളെ കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നുന്നുണ്ടായിരുന്നു. നിനക്ക് ഈ ജോലിയൊക്കെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ എനിക്കറിയാത്ത ജോലി എന്തെങ്കിലും അറിയാവോ, എനിക്ക് മെക്കാനിക്കിൻ്റെ പണി അറിയാം, പ്ലംബിങ്ങിൻ്റെ പണി അറിയാം, പിന്നെ വേണ്ടി വന്നാൽ AC മെക്കാനിക്കും അറിയാം, അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്സ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാൽ സ്ലിപ്പായിട്ട് വീടാനായിട്ട് പോകുന്നുണ്ട്. ഉടനെ ഹീറോ ആണെങ്കിൽ വീൽ ചെയർന്ന് എണീറ്റിട്ട് അവളെങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും നമ്മുടെ ഹീറോയിൻ മണ്ടിയാണല്ലോ, അതുകൊണ്ട് തന്നെ അയ്യോ മെഡിക്കൽ മിറാക്കിൾ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം നടന്നാൽ ഉറപ്പായിട്ട് കാല് ശരിയാവും, എൻ്റെ ദൈവമേ എത്രയും പെട്ടെന്ന് സാറിന് കാലൊന്ന് ശരിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ആ ചൊറിയൻ ഹെഡ് വന്ന് പറയുന്നുണ്ട്, ഇത് നോക്കിയേ, ഇന്നേ ദിവസം നിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 100 കസ്റ്റമേഴ്സാണ്, എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ള 100 കസ്റ്റമേഴ്സിന് ഇവിടേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഡബിൾ ബോണസിലല്ലോ അത് കട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് മോള് ഇവിടെ കിടന്നിങ്ങനെ ഇറങ്ങാതെ ഞാൻ പറഞ്ഞ ജോലി പോയി ചെയ്യാനായിട്ടെന്ന് പറയുമ്പോൾ, പിന്നെ ഈ ചീഞ്ഞ ഹോട്ടൽ ഇപ്പം തന്നെ 100 പേര് വന്ന് താമസിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവളും പറയുന്നുണ്ട്. പക്ഷേ ഇവളുടെ സങ്കടാവസ്ഥ മനസ്സിലാക്കിയ ഹീറോ ആണെങ്കിൽ അവൻ്റെ കമ്പനിയിലുള്ള എല്ലാവരെയും വിളിച്ചിട്ട് ഇന്നേ ദിവസം ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് 2 ബസ്സിലായിരുന്നു ആൾക്കാർ വരുന്നത് കാണുന്നത്. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അയ്യോ എൻ്റെ ദൈവമേ, എൻ്റെ പ്രാർത്ഥന നീ കേട്ടു, അപ്പോൾ എനിക്കിത് ഡബിൾ ബോണസ് ഉറപ്പാന്ന് പറഞ്ഞിട്ട് സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് ആ ഹോട്ടലിൽ ഒരു മാനേജർ ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ ഈ സ്ത്രീയെ, അതായത് ആ ഹെഡിൻ്റെ, അവരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നീ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ ഇപ്പോൾ നമ്മൾ വിചാരത്തിനപ്പുറം ഇന്ന് ഇത്രയും കസ്റ്റമേഴ്സ് വന്നത്, അതുകൊണ്ടിതാ ഒരു ഡബിൾ ബോണസ് നിനക്കിരിക്കട്ടെ. പിന്നെ ഒരു കാര്യം, നമ്മുടെ പുതിയ CEO എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരുന്നതായിരിക്കും, അതുകൊണ്ട് എല്ലാവരോടും ഒന്ന് അലർട്ടായിട്ട് ഇരിക്കാനും പറയണമെന്ന് പറയുമ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോയിൻ വരുന്നുണ്ട്. ഇതെങ്ങനെ ശരിയാവും, പണിയെടുക്കുന്ന മുഴുവനും ഞാനും പൈസ മുഴുവനും നിങ്ങൾക്കും, അതൊന്നും പറ്റത്തില്ല, നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ആൾക്കാർ ഇവിടേക്ക് കൊണ്ടുവന്നത്, അപ്പോൾ പിന്നെ ഈ ബോണസ് എനിക്ക് വേണമെന്ന് പറയുമ്പോൾ നീ ഇതിൽ എന്ത് കഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത് കേട്ടതൊന്നും ഈ 100 പേര് നിൻ്റെ വീട്ടിൽ നിന്നാണ് നീ വിളിച്ചുകൊണ്ട് വന്നതെന്നാ. മര്യാദയ്ക്ക് ഇരിക്കു വെച്ചേ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത്, അപ്പോൾ ഈ കാശിൻ്റെ അവകാശം ഞാൻ തന്നെയാണെന്ന് പറയുമ്പോൾ ഇതൊന്നും പറ്റത്തില്ല. നിങ്ങൾ എന്തൊരു സ്ത്രീയാണ്, എന്നോട് ഇത്രയും കിടന്ന് ജോലി എടുക്കാൻ പറഞ്ഞിട്ട് ഇവിടുത്തെ എല്ലാ ജോലിയും ഞാൻ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ ഈ ബോണസ് എങ്കിലും എനിക്ക് തരാനുള്ളതല്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ കാശിന് വേണ്ടിയിട്ട് കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവരാണെങ്കിൽ അമ്പനും വില്ലിനും അടുക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയം അവിടെ പുതിയ CEO വരുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഗത്തായിട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഷോക്കായിരുന്നു നമ്മുടെ ഹീറോയിനായിരുന്നു കേട്ടോ. അവൾ വായും പൊളിച്ച് നിൽക്കുന്നുണ്ട്.
കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഇവൾക്ക് പൈസയില്ല, പക്ഷെ വെറുതെ വാചകടിച്ചുകൊണ്ട് നിൽക്കുന്ന നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കാശ് കിട്ടുന്നുണ്ടല്ലേ, അങ്ങനെയുള്ള ആൾക്കാരെ ഇനി ഇവിടെ ജോലി ചെയ്യാനായിട്ട് എനിക്ക് സമ്മതമില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ ഇവർ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവർക്കും പിന്നെ ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല, അവരവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇവനോട് പിന്നെ അങ്ങോട്ട് സംസാരിക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഇത്രയും പണക്കാരനായിട്ടുള്ള ഒരാൾ തന്നോട് ഇത്രയും നല്ല രീതിയിൽ പെരുമാറിയതൊക്കെ ഓർത്ത് ചിന്തിക്കുമ്പോൾ അവൾക്കെന്തോ ഭയങ്കര സന്തോഷവും വരുന്നുണ്ടായിരുന്നു. ആ സമയമായിരുന്നു പെട്ടെന്ന് അവൻ ഗിഫ്റ്റ് കൊടുത്ത ആ വാച്ചിനെ പറ്റിയിട്ട് അവൾ ആലോചിക്കുന്നത്. അയ്യോ സാർ, അപ്പോൾ ഇത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന വാച്ചായിരിക്കില്ലേ? എനിക്ക് വേണ്ട സാർ, സാർ തന്നെ ഇത് വെച്ചോളാൻ പറയുമ്പോൾ അത് വേണ്ട, ഞാനിത് സന്തോഷത്തോടെ നിനക്ക് സമ്മാനമായിട്ട് തന്നതാ, അത് നിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. അല്ല സാർ, സാർ പിന്നെ എന്തിനാ ഈ വീൽ ചെയർ ഇങ്ങനെ വന്നെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കൂടെ ആരൊക്കെയാണ് സത്യസന്ധമായിട്ട് നിൽക്കുന്നതെന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട് ചെറിയൊരു വേഷം കെട്ടിൽ കെട്ടിയെന്നേ ഉള്ളൂ, അതുകൊണ്ട് എനിക്കെന്തും നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കുറച്ചധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ ഹീറോയിനും ആരും അറിയാതെ ചെറിയ രീതിയിലൊന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരുടെ ഇടയിൽ പ്രണയമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചൊന്ന് റൊമാൻസ് കളിക്കാമെന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് പെട്ടെന്ന് ഹീറോ ഒരു കോൾ ചെയ്യുന്നുണ്ട്. അവന് ഇത് കൂടാതെ വേറൊരു ഹോട്ടൽ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഹോട്ടലിലെ റെൻറ്റ് എന്തോ അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്, സാറ് വരുവാണെങ്കിൽ കയ്യിൽ തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹീറോയ്ക്ക് അത് കയ്യിൽ തന്നെ വേണമായിരുന്നു, അക്കൗണ്ടിൽ ഇടണ്ടാന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷെ അവന് ഡയറക്റ്റായിട്ട് പോയി ഇപ്പോൾ മേടിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഓഫീസിൽ വേറെന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഹീറോയിനായിരുന്നു പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത്. ഒത്തിരി കാശുണ്ട്, അതിന് സൂക്ഷിച്ച് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഇവള് ചാടിത്തുള്ളിയൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയി നോക്കുമ്പോൾ ഇവളെ കണ്ണ് തള്ളുന്നുണ്ടായിരുന്നു. അത് ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. അവൾക്കിങ്ങനെ കൊണ്ടുപോയ ബാഗിൽ കൊള്ളുന്നതല്ലായിരുന്നു. പക്ഷേ ഇതെങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോകും, ഇത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന സാധനമല്ല, വേറെ എന്തെങ്കിലും ഒരു പണി കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അടുത്ത് കാണിക്കുന്നത് ഇവളാണെങ്കിൽ ഈ പിച്ചക്കാരിയെ പോലത്തെ ഒരു വേഷമൊക്കെ ഇട്ട് ഒരു ചാക്കിൽ ഈ പൈസ എല്ലാം ആക്കി മുതുകിൽ വെച്ച് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അന്നേരം ഒരു വലിയൊരു ഓഫീസിൻ്റെ ഫ്രണ്ടിലൂടെ വരുമ്പോൾ ഇവളുടെ കൂടെ പഠിച്ചൊരു പെൺകുട്ടി ഇവൾ കാണുന്നുണ്ട്. അയ്യോ നീയോ, നിന്നെ എത്ര നാളായി ഞാൻ കണ്ടിട്ട്, എനിക്ക് ഒരുപാട് സന്തോഷമായി നിന്നെ കണ്ടതിൽ, നീ വരുന്നോ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ വളരെ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ടായിരുന്നു. അവളും കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുമല്ലേ, അത് മാത്രമല്ല ഇത്ര സ്നേഹത്തോടെ വിളിക്കുമ്പോൾ വേണ്ടാന്നും പറയാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. ആ ശരിയെന്ന് പറഞ്ഞിട്ട് ഇവളെയും കൂട്ടി നേരെ മേളിലെന്തോ ഒരു പാർട്ടി നടക്കുന്നുണ്ട്, വേറെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ആ പാർട്ടിയിലേക്ക് ഹീറോയിനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ മുകളിൽ കയറി ചെല്ലുന്ന സമയത്ത് അവരുടെ ക്യാരക്ടർ ഫുൾ ചേഞ്ച് ആകുന്നുണ്ടായിരുന്നു. പണ്ട് സ്കൂളിൽ ഒരുപാട് നല്ല രീതിയിൽ പഠിച്ച് എല്ലാ ടീച്ചേഴ്സിനുണ്ട് വായിൽ നിന്ന് നല്ല കാര്യങ്ങൾ കേട്ടെന്ന് പഠിച്ചിരുന്ന ആളാണ്. പക്ഷേ ഇപ്പം നിൽക്കുന്ന കോലം കണ്ടില്ലേ, ഇവളെ ഈ കോലത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നാന്ന് പറയുമ്പോൾ ഹീറോയിന് മനസ്സിലായി തന്നെ മനഃപൂർവ്വം നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന്. അവളും വിട്ടുകൊടുക്കുന്നില്ല. ഓ, അപ്പോൾ നീ എന്നെ അതിന് വേണ്ടിയിട്ടാണല്ലോ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്, നിൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലല്ലോ, പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നീ എന്ന് പറയുന്നത്. നല്ല ആൾക്കാരെ എങ്ങനെയാണ് മനഃപൂർവ്വം കരിവാരത്തേക്കാം എന്ന് തന്നെയായിരുന്നു നീ പണ്ടും ചിന്തിച്ചിരുന്നത്, അതിലെന്തായാലും ഒരു മാറ്റമില്ല, നിൻ്റെ ഹസ്ബൻഡ് ലക്കി മാനയാണ് കേട്ടോ, ഇത്രയും നല്ല കുരുട്ട് ബുദ്ധിയായിട്ടുള്ള ഒരു ഭാര്യ അവർക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് അവളെ പറയുന്നുണ്ട്. ഓ, അപ്പോൾ നിൻ്റെ വാചകടിക്ക് ഒരു കുറവുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം, നിനക്ക് പറ്റുവാണെങ്കിൽ നമ്മളെല്ലാവരും കഴിക്കുന്ന ഫുഡിൻ്റെ പകുതി പൈസ കൊടുത്തോ, പകുതി പൈസ ഞാൻ കൊടുക്കാമെന്ന് പറയുമ്പോൾ ഹീറോയിനും ഓക്കെ ശരി, അതിന് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തിലൊക്കെ വന്നിരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡായിരുന്നു. അതാണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇവളുടെ കയ്യിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഹീറോയിൻ ഒരു കൂസലില്ലാതെ കഴിക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് മനസ്സിലായപ്പോൾ അവളുടെ ഹസ്ബൻഡിനോട് നിൻ്റെ കയ്യിൽ എന്തെങ്കിലും പൈസയുണ്ടോ, എൻ്റെ കയ്യിലുള്ള പൈസ തികയത്തില്ല എന്ന് പറയുമ്പോൾ ശരി ശരി നോക്കട്ടെ, ഞാൻ എൻ്റെ സാറിനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവൻ എന്തായാലും കാശ് കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിൽ ഇവൾ പിന്നെയും ഹീറോയിൻ്റെ അടുത്ത് നമ്മുടെ കാശ് എന്തായാലും റെഡിയാണ്, പക്ഷേ നിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്, നമ്മുടെ കാശ് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നിനക്ക് ഈ പാത്രങ്ങളൊക്കെ കഴുകേണ്ടതായിട്ട് വരത്തില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം, നീ നിൻ്റെ കാര്യം നോക്കിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളാനായിട്ട് പറഞ്ഞിട്ട് അവൾ അവളുടെ ചാക്കിലുണ്ടായിരുന്ന പൈസ എടുത്ത് വെക്കുന്നുണ്ട്. ഇവളുടെ കണ്ണ് തള്ളി പോകുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെ ശരിയാവും, ഇത്രയധികം പണം നിനക്കിത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവിടേക്ക് ഇവിടെ ഹസ്ബൻഡ് വരുന്നുണ്ട്. ഹസ്ബൻഡ് കൂടെ അവിടുത്തെ മാനേജറും വരുന്നുണ്ട്. സാർ, ഇവള് കള്ളിയാ, ഇവൾ എവിടെ നിന്നോ കുറേ പണം മോഷ്ടിച്ചിട്ട് വന്നാന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് എത്ര വിവരം ഉണ്ടായിട്ടാ മാഡത്തിന് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇതാരാന്നറിയുമോ, ഇവരുടെ ഈ സ്ഥാപനം എന്ന് പറയുന്നത് അതിലൊരു ചെറിയൊരു പോർഷനാണ് നമ്മുടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്, പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ നീ എൻ്റെ പണി കൂടെ കളയുമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ശരിക്കും ഇവർക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. സോറി മാഡം, സോറി, ഞാൻ ഇവന് വേണ്ടിയിട്ട് ഞാൻ സോറി ചോദിക്കുകയെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹീറോയിൻ ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ചെക്കനാണെങ്കിൽ ഈ പെൺകുട്ടി ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പെൺകുട്ടി, അവളെയാണെങ്കിൽ ഇന്നത്തോടെ നിന്ന് ഞാൻ ഡിവോഴ്സ് ചെയ്തി, നീ ഒരൊറ്റ കാരണം ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പോയി പെട്ടത്, ഇന്നിൻ്റെ ജോലി പോവുകയാണെങ്കിൽ ഇതോടെ നിന്ന് ഞാൻ ഡിവോഴ്സ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് വഴക്കിടുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനും ഇപ്പോൾ ഒരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവളുടെ
ഹസ്ബൻഡാണ്. അതായത് ഇവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞു എന്നുള്ളത് അധികം ആർക്കും അങ്ങോട്ട് അറിയത്തില്ലായിരുന്നു. കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സുകൾക്ക് മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഹീറോ ഒരു ബിസിനസ് ട്രിപ്പിന് വേണ്ടിയിട്ട് പുറത്തെവിടെ പോവുകയാണെന്നും കമ്പനി കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാനായിട്ട് ആ കമ്പനിയുടെ മാനേജറിനെ ഏർപ്പാടാക്കുന്നുണ്ട്. അവനും അറിയത്തില്ല ഹീറോയുടെ ഭാര്യയാണ് ഹീറോയിൻ എന്ന് പറയുന്നത്. അവിടെ ആ ഓഫീസിൽ ചെറിയൊരു ജോലി ഹീറോയിനുണ്ടായിരുന്നു. എന്തായാലും ഹീറോ അവിടെ നിന്ന് പോയതിനു ശേഷം ആരും അറിയാതെ നൈസായിട്ട് ഇയാളുടെ ഭാര്യയെ അവിടെ കൊണ്ടുവന്ന് ജോലി ചെയ്യാനായിട്ട് ഇരുത്തുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു നല്ല പോസ്റ്റിലായിരുന്നു ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് കാണുമ്പോൾ ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇതെങ്ങനെ ശരിയാവും? കമ്പനിയിൽ CEO ഇല്ലാത്ത സമയത്ത് ഒരാളെ കൊണ്ടുവരിക, അതും ഇത്രയും വലിയൊരു പോസ്റ്റുള്ള ജോലിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ശരിയാവുന്ന കാര്യമാണോ? അതുകൊണ്ട് സാറ് വന്നിട്ട് ഇതിലെന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ മതി എന്ന് പറയുമ്പോൾ ഇതൊക്കെ പറയുന്നിട്ട് നീ ആരാണ്? ചെറിയൊരു എംപ്ലോയി അല്ലേ? ഈ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഞാൻ മാത്രം മതി. അതുകൊണ്ട് നീ നിൻ്റെ പണികൾ ചെയ്യാനായിട്ട് നോക്കാദ്യം. അത് മാത്രമല്ല, ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് നിനക്ക് തരാം. എത്രയും പെട്ടെന്ന് അത് നാളെ തന്നെ കറക്റ്റ് ചെയ്ത് എനിക്ക് നാളെ എൻ്റെ ടേബിളിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ഒരു ജോലിയും കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ്റെ ഭാര്യയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ അന്ന് രാത്രി ഹീറോയെ ഫോൺ വിളിക്കുന്ന സമയത്ത് വീഡിയോ കോൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, പാവം കുത്തിയിരുന്ന ആ പ്രോജക്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ അയാളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അയാളത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു ബോണസും കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് നേരെ വരേണ്ടത് നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലായിരുന്നു. അവൻ നേരെ കൊണ്ട് കൊടുക്കുന്നത് അവൻ്റെ വൈഫിൻ്റെ കയ്യിലും. നീ ഈ ഓഫീസിൽ വന്നതിൻ്റെ ഐശ്വര്യം നമുക്ക് ഇപ്പോൾ ഈ ബോണസ് കിട്ടിയത്, അതുകൊണ്ട് ഇത് നിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും? കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഞാനും ഇന്നലെ കയറി വന്ന ഇവൾക്ക് എങ്ങനെ ഈ ബോണസ് കൊടുക്കാനായിട്ട് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ നീ ഇവിടെ ജോലി ചെയ്യണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. നിനക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ ഇറങ്ങിപ്പോവാം. പക്ഷേ എൻ്റെ ഭാര്യ അവൾ വന്നതിൻ്റെ ഐശ്വര്യം കൊണ്ട് തന്നെയാണ് ഈ ബോണസ് നമുക്കിപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഹീറോയിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഹീറോ വരുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് ആരൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് വേണം ചുമ്മാ കിടന്ന ഡയലോഗ് അടിക്കാനായിട്ട്. ഞാനില്ലാത്ത അഭാവത്തിൽ നീ ആരോട് ചോദിച്ചിട്ടാ നിൻ്റെ ഭാര്യ ഇവിടെ ജോലിക്ക് കൊണ്ടുവന്നെന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും പറയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, സാർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇവളാണെങ്കിൽ ഞാൻ കൊടുത്ത പ്രോജക്റ്റ് ശരിയായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവളൊന്നും ഇവളെ വിളിക്കേണ്ട കാര്യം നിനക്കില്ല, കാരണം ഇതെൻ്റെ ഭാര്യയാണെന്ന് പറയുന്നുണ്ട്. അവനും അവൻ്റെ ഭാര്യയ്ക്ക് ഇത് വലിയൊരു ഷോക്കായിരുന്നു. എന്നിട്ട് അവൻ ഈ ഓഫീസിൽ കാണിച്ചിട്ടുള്ള എല്ലാ തിരിമറികളെയും വെച്ചിട്ട് അവൻ ഓഫീസിൽ നിന്ന് നൈസായിട്ട് പുറത്താക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഹീറോയും കൂടെ വരുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ എന്തോ ഒരു പേടിയായിരുന്നു തൻ്റെ അച്ഛനത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ. അതിൽ ഡോറ് തുറക്കുമ്പോൾ തന്നെ ഹീറോ അയാൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നേ ഉണ്ടായിരുന്നില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മകൾ ചെറുപ്പത്തിൽ ഒരുപാട് ദാരിദ്ര്യത്തെ അവസ്ഥയിലായിരുന്നു വളർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലുതാകുമ്പോൾ ഏതെങ്കിലും ഒരു പണക്കാരനെ കൊണ്ട് കല്യാണം കഴിക്കണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ ഹീറോയെ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും അയാൾക്കെന്തോ അയാൾ വിചാരിച്ച രീതിയിലൊരു പണക്കാരനാവാൻ ചാൻസ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് എൻ്റെ മകളൊന്നും ഞാൻ ഒരിക്കലും കല്യാണം കഴിച്ച് തരത്തില്ല, അതുകൊണ്ട് ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞിട്ട് ഇവനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ഹീറോയിൻ്റെ ആൻറ്റി വരുന്നുണ്ടായിരുന്നു. പിന്നെ നീ ഇങ്ങനൊന്നും പറയാതെ, നിൻ്റെ മകളെ രാജകുമാരനെ കൊണ്ട് കെട്ടിക്കാനായിട്ട് നീ നിൻ്റെ മകളെ രാജകുമാരിയെ പോലെയൊന്നും അല്ല വളർത്തിയത്, അതുകൊണ്ട് ഇവൻ തന്നെയാണ് നിനക്ക് പറ്റിയത്, അങ്ങോട്ട് കെട്ടിച്ചു വിടാനായിട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞ് എല്ലാവരും പിടിച്ചിരുത്തുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, എൻ്റെ മകൾക്കും കല്യാണമായി കേട്ടോ, വലിയൊരു കമ്പനിയുടെ CEO എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്നത്, അതിൻ്റെ ക്വാളിറ്റിയൊക്കെ എനിക്കും എൻ്റെ മകൾക്കും ഉണ്ടെന്നേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഈ കല്യാണ ചെക്കനും വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ചെക്കനാണെങ്കിൽ ഈ ബിസിനസ് രംഗത്തേക്ക് വന്നതേ ഇപ്പോഴാണ് കേട്ടോ. അതിനുവേണ്ടി ഒരു പ്രോജക്റ്റിൻ്റെ ആവശ്യത്തിന് നമ്മുടെ ഹീറോയുടെ കമ്പനി നിരന്തരം വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങ പോലെ ഇരിക്കുന്നുണ്ട്. ഹീറോ ചിലപ്പോൾ ഇൻട്രസ്റ്റ് തോന്നി വിളിക്കും, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷേ ഇവിടെ വന്ന് തള്ളി മറിക്കുന്നത് ഇവനെന്തോ ബിസിനസ്സുകാരനാണെന്നുള്ള രീതിയിലായിരുന്നു. ഹീറോയ്ക്ക് ഇവനെ കണ്ടപ്പോൾ തന്നെ ആളാരെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പിന്നെ മോനെ നിനക്ക് പരിചയപ്പെടുത്താനായിട്ട് മറന്നുപോയി, ഇതെൻ്റെ സഹോദരൻ്റെ മകളാകട്ടോ, അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനെ ഇരിക്കുന്നതെന്ന് പറയുമ്പോഴായിരുന്നു ഹീറോ ഇവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നത്. അവൻ ആ കൂളിംഗ് ഗ്ലാസ് താഴ്ത്തി നോക്കുമ്പോൾ ഹീറോയെ കാണുമ്പോൾ അയ്യോ സാർ ഇങ്ങനെ ഇവിടെ വന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോഴായിരുന്നു ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹീറോ വലിയൊരു റിച്ച് മാൻ എന്നുള്ള കാര്യം. ഇവൻ നേരെ ഹീറോയുടെ അടുത്തേക്ക് പോകുമ്പോൾ സാർ ആ പ്രോജക്റ്റിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ആ പ്രോജക്റ്റിൻ്റെ കാര്യമൊന്നും ആയില്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ എന്തോ ഇവിടെ വന്നപ്പോൾ നിൻ്റെ അമ്മയുടെയും നിന്നെ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ എനിക്കെന്തോ പോലെ തോന്നി. ആ ഒരു ചെറിയ സമയമായിരുന്നാലും എൻ്റെ അമ്മായി അച്ഛനും ഇവൾ ഒരുപാട് വിഷമിക്കേണ്ടി വന്നു, അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഈ ആൻറ്റിക്കും മകൾക്കും ആണെങ്കിൽ ഭയങ്കര സങ്കടം വന്ന് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട്. അങ്ങനെ ഇപ്പം നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനാണെങ്കിൽ മോനെ എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞതിൽ ഒരുപാട് ക്ഷമ ചോദിക്കുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാവരും അറിയിച്ചുകൊണ്ട് ഒരു കല്യാണം അങ്ങോട്ട് നടത്താമെന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റും ഫിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഹീറോയിനാണെങ്കിൽ കല്യാണത്തിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് അവളുടെ ഒരു ഫ്രണ്ടിനെ അവൻ കാണുന്നുണ്ടായിരുന്നു. കുറച്ച് നാൾ ഇവർ ഒരുമിച്ച് പഠിച്ചതായിരുന്നു കേട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അയ്യോ നീ എന്താ ഇവിടെ, കുറേ നാൾ അയലോടി കണ്ടിട്ടെന്ന് ചോദിക്കുമ്പോൾ അതോ ഞാൻ എൻ്റെ കല്യാണ ആവശ്യത്തിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വന്നതാണ്. അല്ല നീ എന്താ ഇവിടെ? ഞാൻ ഒരു ധർമ്മസങ്കടത്തിലാടി, നിന്നെ കണ്ടത് ഏതായാലും നന്നായി. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ അത് വേണ്ടാന്ന് പറയരുതെന്ന് പറയുമ്പോൾ നീ ആദ്യം കാര്യം എന്താണെന്ന് പറയും. എൻ്റെ ഒരു അങ്കിളിൻ്റെ കല്യാണമുണ്ട്, അടുത്ത മാസം 5-ാം തീയതിയാണ്.
പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ആ കല്യാണത്തിൽ ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനി എനിക്ക് ജോലി തരത്തില്ല. ഞാനിങ്ങനെ വീട്ടുകാര്യങ്ങളും കമ്പനി കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ നടക്കുന്നത് കൊണ്ട് അങ്കിള് തന്നൊരു ചെറിയ പണിയാണ്. പക്ഷേ എനിക്ക് ഗേൾ ഫ്രണ്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ പാർട്ടിയിലേക്ക് ആ കല്യാണത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആരുമില്ല. നീ അന്ന് എൻ്റെ കൂടെ അഭിനയിക്കാനായിട്ട് ആ കല്യാണ പാർട്ടിയിലേക്ക് വരുമെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അടുത്ത മാസം 5-ാം തീയതിയാണോ? അതെന്തായാലും പറ്റത്തില്ലടാ, അന്ന് എൻ്റെ കല്യാണം എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവിടേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. നോക്കുമ്പോൾ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ ചെക്കൻ പറഞ്ഞ അങ്കിളെ നമ്മുടെ ഹീറോ തന്നെയായിരുന്നു കേട്ടോ. ഹീറോയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു ഒരു ഗേൾ ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ട് പോന്നിട്ട് ഹീറോയിനെ ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇക്കാര്യം രണ്ടുപേരും അറിയുമ്പോഴത്തേക്കും അവർക്ക് ഒരുപാട് ചിരി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു 3 പേരും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതോടുകൂടെ ഈ ഡ്രാമ അവസാനിക്കുവാണ്. ഇതൊരു കുഞ്ഞു മിനി ഡ്രാമയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയണം. നമുക്ക് അടുത്തൊരു അടിപൊളി ഡ്രാമയായിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.